ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മു ചിക്കു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മയുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ്. ആദ്യമേ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വയ്ക്കാം. പിന്നെ മാങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വയ്ക്കാം കേട്ടോ. പിന്നെ അതിന് വേണ്ടത് 4 പച്ചമുളകാണ്. ഈ ഒരു ഇതിന് വേണ്ടത് 4 പച്ചമുളക് കഴുകി എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നല്ല കുരുകുരാന്ന് തന്നെ മാങ്ങ തന്നെ വേണം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ടതാണ്. അപ്പോൾ നമുക്ക് പച്ചമുളക് 4 പച്ചമുളക് ഇതേപോലെ അരിയണം കേട്ടോ. ഈ ഒരു നീളം കഷ്ണത്തിൽ വേണം അരിയാൻ. ഇതേപോലെ നീല കഷ്ണത്തിൽ അരിയുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. നമ്മുടെ പച്ചമുളക് ഈ ഒരു രീതിയിൽ വേണം എല്ലാവരും അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ മാങ്ങ ഇവിടെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെ കറിവേപ്പില നാടനാണ്. അപ്പോൾ ആർക്കൊക്കെ ഹോമിൽ വെജിറ്റബിൾസ് ഫാമിംഗ് ഉണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ വെജിറ്റബിൾസ് ഫാമിങ്ങും ഉണ്ട്, ഫ്രൂട്ട്സ് ഫാമിങ്ങും ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല മഴയാണ് ഇവിടെ പെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. നമുക്ക് ഇതേപോലെ കുരുകുരാന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ വേണം നമ്മൾ ഇഞ്ചി അരിയാൻ. ആ സമയം നമ്മുടെ മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ച് വരും. നമുക്ക് ഇഞ്ചി ഇതേപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഒരു വലിയ ചീനിച്ചട്ടിയാണ്. നമ്മൾ കുറേ മാങ്ങയല്ലേ, ഒരു പാത്രം നിറച്ചുണ്ട് മാങ്ങ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു വലിയ ചീനിച്ചട്ടിയാണ് ആവശ്യം കേട്ടോ. ഈ ഒരു ചീനിച്ചട്ടിയിലാണ് നമ്മൾ ഇന്നത്തെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ അടുപ്പൊന്ന് കത്തിക്കാം. നമ്മുടെ മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചീനിച്ചട്ടിയിലുള്ള വെള്ളമൊക്കെ പോയിട്ട് വരട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് മുളക് ഒടിച്ചതാണ്, മുളക് ഇടിച്ചതാണ് കേട്ടോ. മുളക് ഇടിച്ചത് വേണം, അത് വേണം. ഒരു പാക്കറ്റ് മുളക് ഇടിച്ചതാണ്. പക്ഷെ ഒരു പാക്കറ്റൊന്നും വേണ്ട, അതിന് കുറച്ച് മുളക് ഒടിച്ചത് മാത്രം മതി. നമ്മുടെ വെള്ളമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു തവി എടുത്ത് വയ്ക്കണം. ഡ്രൈ ആയിട്ടുള്ള തവി വേണം. കുറച്ച് നല്ലെണ്ണ വേണം കേട്ടോ. പുതിയ നല്ലെണ്ണയാണ്. ഓക്കെ, പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇത്രയും വേണം ഒഴിക്കാൻ. നമ്മളതിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുപ്പിയുടെ പകുതിയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ള നല്ലെണ്ണ. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിക്കുക. കുറച്ച് അത്ര എണ്ണ ഇട്ടും. നന്നായിട്ട് ചൂടാകട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ച് വരുന്നുണ്ട്. നല്ല പുളിപ്പുള്ള മാങ്ങയാണ് കേട്ടോ. ഉപ്പിട്ട് കഴിക്കാൻ പറ്റിയ മാങ്ങയാണ്.
നമ്മളെ വീട്ടിൽ പോയിട്ട് മാങ്ങയാണ്. നമ്മുടെ എണ്ണ പതയൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് മാങ്ങയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പായും ചേർത്ത് ഇപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇനി 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. അല്ല, 2 സ്പൂണും കൂടെ ചേർക്കാം കേട്ടോ. 2 സ്പൂൺ. അതിനുശേഷം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ ഇളക്കാം. ഓക്കെ, നമ്മുടെ മാങ്ങ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ്, വലിയ മാങ്ങയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ എണ്ണയിൽ പത കൂട്ടിയിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ഇനി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കണേ. വെളുത്തുള്ളി ഇടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും, അപ്പോൾ നമുക്കിനി പച്ചമുളക് ചേർക്കണം. പച്ചമുളകൊക്കെ ഇടുന്ന ശ്രദ്ധിക്കണേ, വെള്ളം തന്നെ വെള്ളമെന്നാണ്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പതയൊക്കെ പൊന്തി നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രൗൺ കളറിലാവണം. ബ്രൗൺ കളറിലായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടെ ഇതേപോലെ ഇളക്കാം. അപ്പം നമ്മുടെ പച്ചമുളകും ഗാർലിക്കും കൂടെ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. കടുകും. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സേഫ്റ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാ സേഫ്റ്റി എന്ന് പറഞ്ഞത് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോഴത്തേക്കും കുറച്ച് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പൊട്ടാത്ത കടുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ. ഇനി നമുക്കിത് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഇനി ബ്രൗൺ കളറിൽ വരണല്ലേ. നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ആ മാങ്ങയൊക്കെ ഇത് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ചേർക്കാം. ക്രഷ്ഡ് ചില്ലി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതാണ് നമ്മുടെ ക്രഷ്ഡ് ചില്ലി കേട്ടോ. നമുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നതാണ് ക്രഷ്ഡ് ചില്ലി. ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടും. നല്ല ടേസ്റ്റൊക്കെയാണ്. ഒരു ബൗളിലെടുത്ത് വെക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ എണ്ണയൊക്കെ ഇതായിട്ട് വരുന്നുണ്ട്.
ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി അതിനകത്ത് 2 സ്പൂൺ മുളക് പൊടിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ. നമുക്കിനി ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്യണം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മുടെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മാങ്ങ അരിഞ്ഞത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കാം. മാങ്ങാച്ചാർ റെഡിയായോ? ഓക്കെ, അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി. ഇനി നമുക്ക് NSന്റെ കായപ്പൊടി വേണം കേട്ടോ. ഈ ഒരു NS കായപ്പൊടി വേണം. നല്ല ചുമ വരും. അത് എരി കിട്ടാണ് നമ്മുടെ മൂക്കിനകത്തോട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ ചുമ വരും. നമുക്ക് NS കായപ്പൊടി ചേർത്ത് കൊടുക്കാം. NS കായമുണ്ട്, നമുക്ക് NS കായല്ല, നമുക്ക് കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കടയിൽ മേടിക്കാൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ബ്രീത്ത് ചെയ്താണ്. അപ്പോൾ ബ്രീത്ത് ചെയ്തപ്പോൾ എരി തൊണ്ടയ്ക്ക് കയറി. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം അമ്മയാണിത് കുക്കിംഗ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു തരുവാണേ. പിന്നെ മാങ്ങ അച്ചാർ ഏകദേശം റെഡിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കായപ്പൊടിയുടെ സ്മെല്ല് മൂക്കി കയറി. എന്തായാലും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങാച്ചാർ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ബൈ ബൈ.